മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേർ എന്നുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ബിദുൽ ബാലന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് തോടന്നൂരിലെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ 2:37 സംഭവം. ബോംബ് എറിയുന്ന CCTV ദൃശ്യങ്ങൾ ജയ്ഹിന്ദ് ന്യൂസിന് ലഭിച്ചു. മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ് ബിദുൽ ബാലൻ ഉള്ളത്. ധനിത്ത് ഈ പറഞ്ഞതുപോലെ സംഘർഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ല കണ്ണൂരിൽ എന്ന് വ്യക്തമാവുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാകും പോലീസിന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമയത്ത് ബോംബേറിന്റെ സമയത്ത് ഈ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു, ബിദുൽ ബാലന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, അളവായം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വിനി, അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ബിദുൽ ബാലന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി KSUവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലൻ കണ്ണൂർ പാലയാടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ബിദുൽ ബാലനും പങ്കുചേർന്നിരുന്നു. ഈ ബിദുൽ ബാലന്റെ കോഴിക്കോട് തോടന്നൂർ തിരുവള്ളൂരിലെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. മുല്ലേരി വീട്ടിന് നേരെ ആണ് ബോംബേർ. തിരുവള്ളൂർ തോടന്നൂർ മുല്ലേരിയിലെ വീട്ടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ 2:36 കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. 2:36 കൂടി ഒരു സംഘം അവിടെ എത്തിച്ചേരുകയും വീടിന് ഗേറ്റിന് പുറത്തു നിന്ന് ബോംബെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. വീടിന് ജനലിന്റെ സമീപത്ത് നിന്ന് ബോംബ് പൊട്ടിത്തെറിച്ചു. ഉഗ്ര ശബ്ദത്തിൽ തന്നെയാണ് ബോംബ് പൊട്ടി എന്നാണ് ബിദുൽ ബാലന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛന് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നാട്ടുകാരാണ് എന്നോട് ഇക്കാര്യം വിളിച്ചു പറയുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഉഗ്ര ശബ്ദത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഇത് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വലിയ ഒരു ആസൂത്രിതമായ നീക്കമാണ് നടന്നിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധിച്ച KSU പ്രവർത്തനം ബിദുൽ ബാലൻ കോഴിക്കോട് സ്വദേശിയാണ്, തിരുവള്ളൂർ സ്വദേശിയാണ്. തോടന്നൂർ മുല്ലേരിയിലെ വീട്ടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ ബോംബേർ ഉണ്ടാകുന്നത്. 2.5 മണിക്കൂറുകൂടി വളരെ ആസൂത്രിതമായി സംഘടിപ്പിച്ച ആളുകളാണ് ബോംബെറിയുന്നത്. ഇതിൽ CCTV ദൃശ്യങ്ങൾ ജയ്ഹിന്ദ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ബിദുൽ ബാലൻ കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരുന്നു. കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് വീടിന് നേരെ സാഹചര്യം ഉണ്ടാവുന്നത്. വടകര പോലീസാണ് ഇക്കാര്യത്തിൽ കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ബിദുൽ ബാലൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇത്തരത്തിലൊരു വലിയ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് CPM കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായതിനു ശേഷം കണ്ണൂർ DCC ഓഫീസ് പോലും കല്ലേറും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 6ഓളം കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയാണ് കോൺഗ്രസിലെ കൂത്തുപറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, അതോടൊപ്പം തന്നെ പാറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ്, മാർട്ടിലെ കോൺഗ്രസ് ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. മറ്റിടങ്ങളിൽ ഒരിടത്ത് റീത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ബിദുൽ ബാലന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടാവുന്നത്. ഇത്